രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 153-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ രാധയുടെ പ്രണയം 153-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹത്താൽ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം കിട്ടും. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. കൊല്ലത്ത് വന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ നിരവധി പേര് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് വരാവുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ എഗ്രിമെൻറ്റ്. എന്ന് മാത്രവുമല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കാണണേ. എൻ്റെ മാസ്റ്റർ പീസാണത്. അഷ്ടാവക്ര ഗീത നിങ്ങൾ കാണണം. കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധനും രാധാറാണിയുടെ അവതാരമായ ബുദ്ധന്റെ ഭാര്യ യശോദയും അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ പ്രത്യേകമായിട്ട് ഒരു സീരിയൽ പോലെ അതിനകത്തിട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഭക്ത മീരയുടെ കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ജ്യോതിഷ പങ്ക്തികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ. പിന്നെ അതേ കണക്ക് രാധിക കവചൻ 2 ഉണ്ട്, 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്, അത് വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ.
ബോലി രാധാ റാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം 153ാമത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, അത് നിശ്ചയമായും നിങ്ങൾ കാണണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ 96453339 വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ്. അല്ലെങ്കിൽ അതേ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. അതേ കണക്ക് രാധാഭക്തരെ നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം, അത്യപൂർവമായ മറ്റൊരു രാധാസഹസ്രനാമം, രണ്ടാമത്തെ രാധാസഹസ്രനാമം അധികം താമസിയാതെ രാധേ രാധേ എന്ന ചാനലിൽ നമ്മുടെ പ്രിയങ്കരിയായ അഷ്ടപതി പാടിയിട്ടുള്ള അൽബ അത് പാടിയിടുന്നതാണ്. അധികം താമസിയാതെ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. ഞാനത് അൽബയുടെയിൽ കൊടുത്തു കഴിഞ്ഞു പാടാനായിട്ട്. അപ്പം അൽബ അത് പാടി ഇനി എൻ്റെ കയ്യിലേക്ക് തരുന്ന താമസം മാത്രമേ ഉള്ളൂ. അതേ കണക്ക് പരമാവധി ഞാൻ നാളെ തന്നെ ഹനുമാൻ ചാലിസ ബുധനാഴ്ച, അപ്പം നാളെ തന്നെ ഞാൻ പരമാവധി ഹനുമാൻ ചാലിസയുടെ ക്ലാസ് തുടങ്ങുന്നതാണ്. അതിൻ്റെ കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങാനിരുന്നതാണ്. അപ്പോൾ ചില പ്രത്യേക തിരക്കുകൾ വന്നതുകൊണ്ട് എനിക്ക് പറ്റാതെ പോയതാണ്. അപ്പോൾ ബുധനാഴ്ച ഹനുമാൻ ചാലിസ, എന്തെങ്കിലും കാരണവശാൽ പറ്റിയില്ലെങ്കിൽ വെള്ളിയാഴ്ച, ഈ ആഴ്ച തന്നെ ഹനുമാൻ ചാലിസ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് രാധാകൃഷ്ണന്മാരുടെ ഒരു കൊച്ചു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ കൃഷ്ണന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ആരെന്ന് പറയുന്നത് സുബല. അപ്പോൾ സുബലയ്ക്ക് ഒരു ചെറിയൊരു സംശയം, അതായത് ഈ രാധാകൃഷ്ണന്മാരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹം? അതായത് രാധ കൃഷ്ണനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, അതോ കൃഷ്ണൻ രാധയെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? അല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. ആർക്കാരോടാണ് കൂടുതൽ സ്നേഹം? ഈ കൃഷ്ണന്റെ സ്നേഹമാണോ രാധയുടെ സ്നേഹത്തേക്കാൾ മികച്ചു നിൽക്കുന്നത്, അതോ രാധയുടെ സ്നേഹമാണോ കൃഷ്ണന്റെ സ്നേഹത്തേക്കാൾ മികച്ചു നിൽക്കുന്നത്? മനസ്സിലായല്ലോ. രാധാറാണിയുടെ സ്നേഹമാണോ മുൻപന്തിയിൽ, കൃഷ്ണന്റെ സ്നേഹമാണോ മുൻപന്തിയിൽ എന്ന ഒരു സംശയം നമ്മുടെ സുബലയ്ക്ക് ഉണ്ടായി. അപ്പൊ സുബല വിചാരിച്ചു ഇത് എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കും. അങ്ങനെ ഇരുന്നപ്പോ കാണാം. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്കറിയാവോ? ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഇതിന്റെ ഉത്തരം ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ. ആർക്കാണ് കൂടുതൽ ഇതെന്നുള്ളത്? എന്നിട്ട് ഞാൻ അവസാനം പറയുമ്പോൾ അറിയാം. അപ്പൊ നിങ്ങൾ എങ്ങനെ കറക്റ്റാ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അതിന്റെ ഉത്തരം ഇട്ടേക്കണം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പോൾ നമ്മുടെ സുബല നോക്കിയപ്പോ കാണാം, ഒരു ദിവസം വൃന്ദാവനത്തില് രാധാറാണിയും കൃഷ്ണനും കൂടെ അങ്ങനെ നൃത്തം ചവിട്ടുകയാണ്. കൃഷ്ണനാകട്ടെ ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുന്നു, രാധാറാണിയാകട്ടെ കൃഷ്ണന്റെ മുന്നിൽ നിന്ന് അതിമനോഹരമായി നൃത്തം ചവിട്ടുന്നു. ആ നൃത്തത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ രാധാറാണി ആ കൃഷ്ണ എന്ന് വിളിച്ചു. അപ്പൊ കൃഷ്ണൻ ഓടിച്ചെന്നു, എന്താ രാധേ, എന്റെ കാലിൽ എന്തോ തറച്ചു കൃഷ്ണ. എന്നിട്ട് രാധാറാണി ഇങ്ങനെ നിലത്തേക്ക് ഇരിക്കാൻ പോയതും കൃഷ്ണൻ കൈകൾ കൊണ്ട് താങ്ങി. കൃഷ്ണൻ പെട്ടെന്നൊരു മരച്ചുവട്ടിലിരുന്നു. രാധാറാണി അവിടെ ഇരുത്തി. രാധാറാണിയുടെ പാദമെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. രാധേ, നിന്റെ കാലിൽ നിന്ന് ചോര വിളിക്കുന്നു, ഒരു മുള്ളു കൊണ്ടതാണ് രാധേ, ഈ കൃഷ്ണൻ ഇപ്പൊ എടുത്തു തരാൻ കേട്ടോ. അപ്പൊ രാധാറാണി പറഞ്ഞു, വേഗം എടുക്ക് കൃഷ്ണ, എനിക്ക് വേദനിക്കുന്നു കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു?
പതുക്കെ പതുക്കെ ആ മുള്ള് പതുക്കെ 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 ഇങ്ങനെ എടുത്തു. അപ്പൊ രാധാറാണിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു. ആ താമരപ്പൂ പോലെയുള്ള പാദത്തിൽ നിന്ന് ചോര പൊടിയാനായിട്ട് തുടങ്ങി. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാമോ? ആ ചോര ഇങ്ങനെ ഊറ്റിയെടുക്കാൻ തുടങ്ങി, തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഊറിയെടുക്കാൻ തുടങ്ങി. രാധാറാണി കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. രണ്ട് കാഴ്ചകളാണ് കണ്ടത്. ഒന്ന്, കൃഷ്ണൻ രാധാറാണിയുടെ പാദത്തിൽ നിന്ന് ചോര ഇങ്ങനെ ഊറിയെടുക്കുന്നു. രണ്ടാമത്തത്, കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. അപ്പൊ രാധാറാണി ചോദിച്ചു, കൃഷ്ണ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? എൻ്റെ കാലിലല്ലേ കൃഷ്ണ മുള്ളുകൊണ്ടത്? അപ്പൊ കൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു രാധേ നിന്റെ കാലിലാണ് മുള്ളുകൊണ്ടതെന്ന്? ഞാൻ തന്നെയാണ് രാധേ, ദേ നീ നോക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണൻ തൻ്റെ വലത് കാൽപ്പത്തി കാണിച്ചപ്പോൾ കൃഷ്ണന്റെ വലത് കാൽപ്പത്തിയിൽ മുള്ളു തറച്ച ഭാഗം, അവിടെ നിന്ന് ചോര ഇങ്ങനെ ഒഴുകുന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിനക്കുണ്ടാകുന്ന ഏതനുഭവവും എൻ്റേതാണ് രാധേ. നിന്റെ കാലിൽ മുള്ളുകൊണ്ടാൽ അതെന്റെ കാലിൽ തന്നെയാണ് രാധേ തറയ്ക്കുന്നത്. പിന്നെ നീ എന്തിനാണ് കൃഷ്ണ കരയുന്നത്? കരയുന്നതോ? ഞാൻ കരയുന്നത് എൻ്റെ കാലിൽ മുള്ളു കൊണ്ടിട്ടല്ല രാധേ. അപ്പൊ രാധാറാണി ചോദിച്ചു, പിന്നെ എന്തിനാണ് കൃഷ്ണ നീ കരയുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിന്റെ കാലിൽ മുള്ളു കൊള്ളുമ്പോൾ നീ എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു രാധേ. നീ കരയാതിരിക്കാൻ ഞാൻ കരയുകയായിരുന്നു രാധേ. രാധാറാണി പറഞ്ഞു, ഞാൻ കരയാതിരിക്കാനോ? അതേ രാധേ, നിന്റെ വേദന ഞാൻ എടുക്കുകയായിരുന്നു. നിന്റെ വേദന മുഴുവനും ഞാൻ ഇങ്ങെടുത്തു രാധേ. എന്നിട്ട് ഞാൻ കരയുകയായിരുന്നു നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും രാധേ. പെട്ടെന്ന് രാധാറാണി കൃഷ്ണന്റെ ശിരസ് പിടിച്ച് തൻ്റെ മാറിടത്തോട് ചേർത്ത് വച്ചു. കൃഷ്ണന്റെ നെറ്റിയിൽ തെരുതെരാ ചുംബിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, എൻ്റെ കണ്ണനുണ്ണി, എൻ്റെ കണ്ണനുണ്ണി, എൻ്റെ മാത്രം കണ്ണനുണ്ണി. കൃഷ്ണനാകട്ടെ ഒരു കൊച്ചു കുട്ടിയെ പോലെ രാധാറാണിയുടെ മാറിടത്തിൽ പറ്റിച്ചേർന്നു ഇരിക്കുന്നു. ഈ 14 ലോകങ്ങളും സ്വന്തം വിരൽ തുമ്പിലിട്ടമ്മാനമാടുന്ന സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ വാസുദേവൻ, കുരുക്ഷേത്ര യുദ്ധം പോലും നയിച്ച സാക്ഷാൽ വാസുദേവൻ, ഗോവിന്ദൻ, നാരായണൻ, ദാമോദരൻ രാധാറാണിയുടെ മാറിടത്തിൽ ഒരു കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്നിരിക്കുന്നു. രാധാറാണി നാരായണന്റെ തലമുടികളിൽ തലോടി കണ്ണുകളടച്ചൊരു നിർവൃതിയിലിരിക്കുന്നു. ഇത് ദൂരത്ത് നിന്നൊരാൾ കാണുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, കൃഷ്ണന്റെ സുഹൃത്തായ സുബലയായിരുന്നു. അപ്പൊ സുബല മനസ്സിൽ വിചാരിച്ചു, കൃഷ്ണന് തന്നെയാണ് സ്നേഹ കൂടുതൽ. രാധാറാണിയേക്കാൾ ഒരു പടി കൂടി കൃഷ്ണന്റെ സ്നേഹം ഉയർന്നു നിൽക്കുന്നു. കണ്ടില്ലേ, രാധാറാണിയുടെ വേദന കൃഷ്ണൻ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തീർച്ച തന്നെ കൃഷ്ണൻ തന്നെയാണ് രാധാറാണിയേക്കാൾ ഒരു പടി മുന്നിൽ എന്ന് സുബല മനസ്സിൽ കരുതി. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. ഒരു ദിവസം കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് കുട്ടികളെല്ലാം പരിഭ്രാന്തരായിട്ട് 4 പാടും ചിതറി ഓടാൻ തുടങ്ങി. അപ്പൊ എന്തെന്ന് ചോദിച്ചപ്പോൾ ബലരാമൻ വിളിച്ചു പറഞ്ഞു, കൃഷ്ണൻ ഇതൊന്നും അറിയാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ദാ ഈ കാളക്കുട്ടിയില്ലേ, ഇവന്റെ പുറത്തേതോ ഭൂതം ആവേശിച്ചിരിക്കുന്നു. അവൻ ഓടി വരികയാണ്. മാറി നിക്ക്. പക്ഷേ കൃഷ്ണനാകട്ടെ ഇതൊന്നും കേൾക്കുന്നില്ല. ഓടക്കുഴലിൽ ലയിച്ചങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണൻ വായിച്ചുകൊണ്ട്. അതെ, കൃഷ്ണനും കാളക്കൂച്ചനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നു. ദൂരെ നിന്ന് രാധാറാണി നോക്കുകയാണ്. കാളക്കൂച്ചൻ അവന്റെ കൊമ്പുകൾ, മൂർച്ചയുള്ള കൊമ്പുകൾ, ആ
കൊമ്പുകൾ കൃഷ്ണന്റെ ശരീരത്തെ തുളച്ചു കയറും. ആ തൊട്ടില്ല എന്ന മട്ടിലെത്തിയപ്പോൾ രാധാറാണി കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടം. ആ ചാട്ടത്തില് കൃഷ്ണനെ പൂണ്ടടക്കം പിടിച്ചതും കൃഷ്ണന്റെ നിലതെറ്റി കൃഷ്ണനും രാധാറാണിയും ഒന്ന് ചരിഞ്ഞു. അപ്പോഴേക്കും ആ കാളക്കൂട്ടൻ അവർക്ക് മുന്നിലൂടെ മുന്നോട്ട് വന്നു. കൃഷ്ണ കാള. അപ്പോഴത്തേക്ക് ആ കാള വീണ്ടും തിരിഞ്ഞു, കൃഷ്ണനെ കുത്താനായിട്ട് വന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, എന്നെ കൊല്ല്, എന്നെ നീ കൊല്ല്, അതിനുശേഷമേ ഉള്ളൂ എന്റെ കൃഷ്ണനെ. കൃഷ്ണൻ രാധാറാണിയെ പൂണ്ടടക്കം ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, രാധയെ മാറി നില്ല്, രാധയെ മാറി നില്ല്, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. രാധാറാണി പറഞ്ഞു, ഇല്ല ഇല്ല കൃഷ്ണ, ഇല്ല കൃഷ്ണ, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചോടാം, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു മരിക്കാം. നിന്നെ ഈ കാളക്കൂട്ടന്റെ മുമ്പിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. കൃഷ്ണന്റെ ബലരാമൻ ഉൾപ്പെടെ എല്ലാവരും മാറി നിൽക്കുകയാണ്, സകലരും മാറി നിൽക്കുകയാണ്. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, രാധേ നീ മാറ്, ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. രാധാറാണി പറഞ്ഞു, ഇല്ല ഇല്ല. കൃഷ്ണന്റെ നെഞ്ചത്ത് ഒരു കവചം പോലെ, ഒരു പടച്ചട്ട പോലെ നിൽക്കുകയാണ് രാധ. രാധ, സാക്ഷാൽ രാധാറാണി. അപ്പോൾ ആ കാളക്കൂറ്റൻ തന്റെ കൊമ്പുകൾ കുലുക്കിക്കൊണ്ട് ഓടി വന്ന് രാധാറാണിയെ കുത്താനായിട്ട് പോയതും കൃഷ്ണൻ രാധാറാണിയുമായി ഒരു വശത്തേക്ക് അങ്ങ് ഉരുണ്ടുമാറി. എന്നിട്ട് പറഞ്ഞു, രാധയെ മാറ്, ഇല്ല കൃഷ്ണ, മരിക്കുന്നെങ്കിൽ ഒരുമിച്ച്, ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച് കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? രാധാറാണിയുമായി അവിടെ ഒരു വൃക്ഷം നിന്നു. ആ വൃക്ഷത്തിൽ രാധാറാണിയെ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ചാരി നിന്നു. ആ കാളക്കൂറ്റൻ ഓടി വരികയാണ്. കൂട്ടുകാരും ബലരാമനും ഉൾപ്പെടെ പറഞ്ഞു, മാറി നിക്ക് കൃഷ്ണ, മാറി നിക്ക് കൃഷ്ണ, രാധേ നീ എന്തായി കാണിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചോ? മാറി നിക്ക് എന്ന് പറഞ്ഞ് ഈ കാളക്കൂറ്റൻ കൊമ്പുകൾ കൊണ്ട് രാധാറാണിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒരു പരിച പോലെ രാധാറാണിയെ കുത്താനായിട്ട് വരികയാണ്. കൃഷ്ണനാകട്ടെ വളരെ സൂക്ഷ്മമായി അവന്റെ ചലനങ്ങൾ നോക്കുകയാണ്. അവൻ ഓടി വന്ന് കൊമ്പ് കൊണ്ട് രാധാറാണിയെ ആഞ്ഞു കുത്താൻ പോയതും കൃഷ്ണൻ രാധാറാണിയുമായി ഒരു വശത്തേക്ക് ചരിഞ്ഞതും ഇവന്റെ ശിരസ് വന്ന് വൃക്ഷത്തിലിടിച്ച് ഇവൻ നിലം പൊത്തിയതും പെട്ടെന്ന് രാധാറാണിയെ വിട്ടിട്ട് കൃഷ്ണൻ അവനെ കെട്ടിയിരുന്ന കയറിന്റെ അറ്റമെടുത്ത് കാളക്കൂറ്റന്റെ പുറകുവശത്തെ കാലിൽ കുരുക്കിട്ട് പിടിച്ച് ആ കുരുക്കിട്ട് അവനെ ആ വൃക്ഷത്തിൽ തളച്ചു. അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു. ബലരാമൻ പറഞ്ഞു, രാധേ നീ എന്തായി കാണിച്ചത്? നീ എന്താ രാധേ ഈ കാണിച്ചത്? നിന്നെ ആ കാളക്കൂറ്റൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ജ്യേഷ്ഠ എന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിടൂ ജ്യേഷ്ഠ. എൻ്റെ ജീവിതം കൃഷ്ണനുള്ളതാണ്. അവൻ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഞാൻ എന്തിന് ജ്യേഷ്ഠ? ഞാൻ അവനുള്ളതാണ്, അവനുള്ളതാണ്. അവൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൃഷ്ണനുണ്ടായിരിക്കണം. ഇത് സുബല കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സുബലയ്ക്ക് പിന്നെയും ആശയക്കുഴപ്പമായി. ഇതിപ്പോ ആരുടെ സ്നേഹമാണ് കൂടുതൽ? ഇത് എങ്ങനെയാണ് ഇതിനൊരു വിധി കൽപ്പിക്കുന്നത്? കൃഷ്ണ അപ്പൊ സുബല എന്ത് ചെയ്തു? സുബല വിചാരിച്ചു ഇതിന് ഒരു ഉത്തരം പറയാൻ കൃഷ്ണന് മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ സുബല ഒരു ദിവസം കൃഷ്ണനെ സമീപിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു. കൃഷ്ണനേക്കാൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ രാധയാണോ, അതോ രാധയേക്കാൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ കൃഷ്ണനാണോ? ഞാൻ രണ്ട് കാര്യങ്ങൾ കണ്ടു കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നീ എന്താണ് കണ്ടത്? അത് ഒന്നാമത്തത് കൃഷ്ണ, നീ ആ രാധയുടെ കാലിൽ മുള്ളു തറച്ചതും ആ മുള്ളെടുത്ത് മാറ്റുന്നതും അതിൽ നിന്ന് വരുന്ന ചോര ഊറിക്കുടിക്കുന്നതും ഞാൻ കണ്ടു. രണ്ട്, കാള കുത്താൻ വന്നപ്പോൾ രാധാറാണി നിനക്ക് വേണ്ടി മുന്നിലേക്കെടുത്ത് ചാടിയതും കണ്ടു.
അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, ഇത്രയും കണ്ടിട്ടും ആരുടെ സ്നേഹമാണ് കൂടുതലെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ സുബല? സുബല പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല കൃഷ്ണ, ഇതിൽ ആർക്കാണ് സ്നേഹം കൂടുതൽ? കൃഷ്ണൻ ഒരു നിമിഷം ഒന്ന് ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, സുബല, ഞാൻ അവളുടെ കാലിലെ പാദത്തിലെ ചോര മാത്രമേ ഊറിയെടുത്തുള്ളൂ. പക്ഷേ രാധയാകട്ടെ ആ കാളക്കൂറ്റൻ്റെ മുന്നിൽ സകലരും മാറി നിന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെയുള്ളവരും ദൂരെ നിൽക്കുകയാണ്. സുബല, നീയും ദൂരെ നിൽക്കുകയാണ്. എൻ്റെ മാതാപിതാക്കളും രാധയുടെ മാതാപിതാക്കളും എല്ലാം ദൂരെ നിൽക്കുകയാണ്. ആ സമയത്ത് എനിക്ക് വേണ്ടി കാളയുടെ കുത്തേക്കാനായി എടുത്തു ചാടിയ രാധ തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. സുബല, എന്താ ഇത്ര സംശയം? സുബല, നീ മറ്റൊരു കാര്യം കണ്ടില്ലേ? ഞാൻ കാളിയൻ്റെ പുറത്ത് നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന സമയം എന്നെ കാളിയൻ ആക്രമിച്ചു എന്ന വാർത്ത പരന്നപ്പോൾ രാധ ഓടി വന്ന് നിലവിളിച്ച് അവൾ ബോധശൂന്യായി പോയി എന്ന് മാത്രവുമല്ല, അവൾ മരണത്തിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഞാൻ കാളിയൻ്റെ പുറത്തുനിന്ന് തിരിച്ചു വന്ന് അവളുടെ ചെവിയിൽ ഞാൻ രാധേ എന്ന് എൻ്റെ ശ്വാസം നിൽക്കുന്നത് വരെ വിളിച്ചു. ആ വിളിയിലാണ് അവൾ ഭൂമിയിലേക്ക് തിരിച്ചു വന്നത്. ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ, ഒരുപക്ഷെ കാളിയൻ്റെ ദംശനത്തിൽ ഞാൻ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ദുഃഖിക്കും, സത്യം തന്നെയാണ്. നിങ്ങളും ദുഃഖിക്കും, സത്യം തന്നെയാണ്. പക്ഷേ രാധ, അവൾ ദുഃഖിക്കാൻ പോലും നിൽക്കത്തില്ല. അവൾ ആ നിമിഷം ജീവൻ വെടിയും. പക്ഷേ സുബല അവള് ജീവൻ വെടിഞ്ഞാലും, രാധ ജീവൻ വെടിഞ്ഞാലും എനിക്ക് ആ സമയത്ത് എൻ്റെ ജീവൻ ഉപേക്ഷിക്കാൻ സാധ്യമല്ല സുബല. അപ്പോൾ ആരാണ് സുബല? ആരാണ് പ്രണയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ ജന്മം ആദ്യം വിട്ടുപോകുന്നത് രാധാകൃഷ്ണ പ്രണയത്തിൽ രാധ തന്നെയായിരിക്കും. കാരണം കൃഷ്ണന് ചില കർമ്മങ്ങളുണ്ട് തീർക്കാൻ. കൃഷ്ണന് രാധ ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായേ പറ്റൂ. പക്ഷേ രാധ, അവൾക്ക് എന്ത് കർമ്മമുണ്ടെന്ന് പറഞ്ഞാലും സുബല, ഞാനില്ലാതെ അവൾക്ക് ഭൂമിയിൽ ശ്വസിക്കാൻ പോലും കഴിയില്ല. എന്നിട്ട് കൃഷ്ണൻ ഒരു നിമിഷം കണ്ണുകളടച്ച് ധ്യാനത്തിനെന്ന പോലെ ഇരുന്നിട്ട് പറഞ്ഞു, സുബല, നിനക്കറിയാമോ, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി എനിക്ക് രാധയെ വിട്ടു പോകേണ്ടി വരും. ഒരുപക്ഷേ നിരവധി സ്ത്രീകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്നിരിക്കും, എനിക്ക് അവരെ സ്വീകരിക്കേണ്ടിയും വന്നെന്നിരിക്കും. പക്ഷേ രാധ, ഞാൻ എത്ര സ്ത്രീകളെ സ്വീകരിച്ചാലും അവൾ എനിക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. അവൾ എനിക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. സുബല, അവൾക്കപ്പുറം ഈ പ്രപഞ്ചത്തിൽ പ്രണയമുള്ള മറ്റാരാണുള്ളത്? സുബല, നീ പറയൂ സുബല, ആരുടെ പ്രണയമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്? കൃഷ്ണന്റെ പ്രണയമോ അതോ രാധയുടെ പ്രണയമോ? സുബല ഉടൻ പറഞ്ഞു, രാധയുടെ പ്രണയം. കൃഷ്ണൻ പറഞ്ഞു, അതെ, രാധയുടെ പ്രണയം. ഞാൻ ഇതുവരെയും പ്രണയത്തിൻ്റെ കാര്യത്തിൽ രാധ ഓടിയ ദൂരത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. വീണ്ടും കൃഷ്ണൻ കണ്ണുകളടച്ചിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. എനിക്ക് പ്രണയം പഠിച്ച് രാധയുടെ ഒപ്പമെത്തണം. ചൈതന്യ മഹാപ്രഭു എന്ന നാമം സ്വീകരിച്ച് ഞാൻ വരും സുബല. അപ്പൊ സുബല ചോദിച്ചു, എന്താ ഇപ്പൊ പറഞ്ഞത്? അപ്പോൾ കൃഷ്ണൻ പെട്ടെന്നൊന്ന് നിർത്തി. എന്നിട്ട് കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ പറഞ്ഞു, സുബല, രാധയുടെ പ്രണയത്തിന് തുല്യമായി പ്രപഞ്ചത്തിൽ ഒന്നുമില്ല, യാതൊന്നുമില്ല. കൃഷ്ണനല്ല,
രാധയാണ് ശ്രേഷ്ഠം, രാധയാണ് മഹത്വരം, രാധയുടെ പ്രണയമാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത്. ആ രാധയുടെ മുന്നിൽ കൃഷ്ണൻ ആരുമില്ല എന്നാരാണോ പറയുന്നത് അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. എനിക്ക് അവരോളം പ്രിയപ്പെട്ടവരായി മറ്റാരും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബർസാനക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കൃഷ്ണനാമം ഉച്ചരിക്കരുത്, രാധാനാമം മാത്രമേ ഉച്ചരിക്കാവൂ, രാധാനാമം മാത്രമേ ഉച്ചരിക്കാവൂ. കാരണം രാധ ഞാൻ തന്നെയാണ്. മൂഢന്മാരതിൽ വ്യത്യാസം കാണുന്നു. രാധാനാമത്തിലൂടെ മാത്രമേ ഞാൻ തൃപ്തിയടയൂ സുബല, അല്ലാതെ കൃഷ്ണനാമത്തിൽ ഞാൻ തൃപ്തി അടയില്ല. കാരണം അവളുടെ പ്രണയം, രാധയുടെ പ്രണയം, ഈ പ്രപഞ്ചം മുഴുവനും രാധയുടെ പ്രണയമാണ്. രാധയ്ക്കപ്പുറം ആരുമില്ല സുബല. അത്രയും പറഞ്ഞു നിർത്തിയ നാരായണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു. എന്നിട്ട് കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. എന്നിട്ട് കൃഷ്ണൻ ഒരു നിമിഷം സുബലയെ നോക്കിയിട്ട് പറഞ്ഞു, ഈ മന്ത്രം ആരാണോ ജപിക്കാത്തത് അവനിൽ ഒരിക്കലും എൻ്റെ കാരുണ്യം ചൊരിയുകയില്ല. അവളുടെ നാമം ആഹ്ലാദത്താൽ നൃത്ത ചുവടോടുകൂടി വേണം ചൊല്ലാൻ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അപ്പൊ സുബല പറഞ്ഞു, രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഇനി നമുക്ക് കഴിഞ്ഞ വട്ടം നിർത്തിയെടുത്തുനിന്ന് നമുക്ക് വരാം. അതായത് ഞാൻ എന്താണ് കഴിഞ്ഞ വട്ടം നിർത്തിയെടുത്ത് പറഞ്ഞത്? ഒരാള് ഭീമസേനനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അയാള് വേഗം വന്ന് കട്ടിലിൽ വന്ന് ഭീമസേനന്റെ കട്ടിലിൽ അയാൾ വേഗം വന്ന് തന്റെ കട്ടിലിൽ മൂടിപ്പൊതച്ചു കിടന്നു. അതാരാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഒരാൾ എഴുതി, കൃഷ്ണ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ എന്തോ ഒരു നാമമുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ആരായാലും ആ മെയിൽ ഐഡിയിൽ അവരാണ് കൃത്യമായി പറഞ്ഞത് നകുലനാണ്. ശരിക്കും അവരുടെ പേരോ അഡ്രസ്സോ എന്തെങ്കിലും അറിയാമായിരുന്നു എങ്കിൽ ഞാൻ അവർക്കൊരു അഷ്ടപതിയോ അങ്ങനെ ഒരു കൃഷ്ണന്റെ പുസ്തകമോ സമ്മാനമായി അയച്ചു കൊടുത്തേനായിരുന്നു. നിശ്ചയമായും ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ 96453339 ഒരു മെസ്സേജ് അയക്കുക. നിശ്ചയമായും ഒരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. അപ്പോൾ നകുലനായിരുന്നു അത്. നകുലൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ സുശർമാവ് വന്ന് അവിടെ കിടന്നു. ആ സമയത്ത് ഭീമസേനൻ വന്നപ്പോൾ കിടക്കാൻ സ്ഥലമില്ല. പക്ഷേ വെറും നിലത്തങ്ങ് കിടന്നു, ഉല്ലാസവാനായി കൂർക്കം വലിച്ചുകൊണ്ട് കിടന്നു. പക്ഷെ നകുലൻ ഉറക്കം വന്നില്ല. കാരണം വലിയ ഒരു അഗ്നിപർവ്വതത്തിന് തിരി കൊളുത്തിയിട്ടാണ് ഭീമസേനൻ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നത്. ഭീമസേനന്റെ ഈ കുസൃതി വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തു ചെയ്തു? നേരം പരപര വെളുക്കുന്നതേ ഉള്ളൂ, നല്ലതുപോലെ വെളുത്തിട്ടില്ല. നകുലൻ എഴുന്നേറ്റ് തൻ്റെ വാളെടുത്ത് ഉറയിൽ തിരികിയതിന് ശേഷം കൃഷ്ണന്റെ കുടീരത്തിലേക്ക് കയറി. ശബ്ദമുണ്ടാക്കാതെ
കൃഷ്ണൻ ഉണരുതെന്ന് വിചാരിച്ച് വളരെ പതുക്കെയാണ് നമ്മുടെ നകുലനകത്തേക്ക് കയറിയത്. പക്ഷേ ഉറക്കത്തിലും അതീവ ജാഗരൂകനാണ് കൃഷ്ണൻ. കൃഷ്ണൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ആരാണിത്? ആരാണ് ഈ കുടീരത്തിലേക്ക് വന്നത്? അപ്പൊ നകുലൻ പറഞ്ഞു, ഞാനാണ് ഗോവിന്ദ, നകുലനാണ് ഗോവിന്ദ. അപ്പൊ കൃഷ്ണൻ അത്ഭുതപ്പെട്ടു, നകുലനോ? എന്താണ് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ്? വരൂ നകുല, എന്താണ് സംഭവിച്ചത്? അപ്പൊ കൃഷ്ണൻ എന്തോ ഇങ്ങനെ ആരോടോ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സാത്യകി തൻ്റെ മഞ്ചലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അരയിൽ തിരികിയ വാള് ഊരിയെടുത്തിട്ട് പറഞ്ഞു, ആരത്? വധിക്കും ഞാൻ അവനെ. അപ്പൊ കൃഷ്ണൻ കൈകൊണ്ട് തടഞ്ഞിട്ട് പറഞ്ഞു, സാത്യകി, അത് മറ്റാരുമല്ല, നമ്മുടെ നകുലനാണ്. നകുല, എന്താ ഈ നേരത്ത് നകുലൻ വന്നത്? അപ്പൊ നകുലൻ പറഞ്ഞു, കൃഷ്ണ, ഗോവിന്ദ, നമ്മുടെ ഭീമൻ ജ്യേഷ്ഠൻ ഒരു വലിയ അബദ്ധം കാണിച്ചിരിക്കുകയാണ്. ആ സുശർമാവും ജലന്ധരയും നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യണമെന്ന് ഭീമസേനൻ ജ്യേഷ്ഠന് തുടക്കം മുതലേ ആഗ്രഹമുണ്ടായിരുന്നു. അവരൊരു കാരണവശാലും നൗകയിൽ യാത്ര ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കാരണം നമ്മളോടൊപ്പം, എന്നാൽ സുശർമാവിനാകട്ടെ നമ്മളോടൊപ്പം വരാൻ അല്പം പോലും താല്പര്യവുമില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, നകുല, നീ കാര്യം പറയൂ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയൂ, എന്താണ് സംഭവിച്ചതെന്നോ നോക്കൂ. ജ്യേഷ്ഠൻ എങ്ങനെയെങ്കിലും ജലന്ധരയെ തന്നോടൊപ്പം കൊണ്ടുപോകണം. അതിനുവേണ്ടി കൃഷ്ണ, ജ്യേഷ്ഠൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അപ്പൊ ചോദിച്ചു, എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു തരാം. ജ്യേഷ്ഠൻ ചെയ്തതേ, രാജനൗക രണ്ടും ജലത്തിലൂടെ മുങ്ങിച്ചെന്ന് തുളയിട്ട് വീഴ്ത്തി അതിനെ മുക്കിക്കളഞ്ഞു. എന്നിട്ട് രക്ഷിക്കാനെന്ന ഭാവത്തില് വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ ജലന്ധരെ എടുത്ത് തോളത്തിട്ടിട്ട് സുശർമാവിൻ്റെ മുന്നേ നടന്നു. സുശർമാവിനോട് തൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ആശ്രമത്തിലേക്ക് പോയി. അപ്പോൾ പറഞ്ഞു, അവരിപ്പോഴെവിടെ? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഈ ഭീമസേനൻ സുശർമാവിനോട് എൻ്റെ കട്ടിലിൽ കിടന്നോ എന്ന് പറഞ്ഞതിന് ശേഷം ഈ ജലന്ധരയെ തോളത്തിട്ട് അമ്മയുടെ പർണശാലയിലേക്ക് പോയി അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചു. പക്ഷേ നോക്കൂ, സുശർമാവ് എൻ്റെ അടുത്താണ് വന്ന് കിടന്നത്. അയാൾ ഭീമസേനനെ പ്രാവുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്ക് വ്യക്തമായെന്ന് തോന്നുന്നു, ഈ രാജനൗകയിൽ തുളയിട്ടത് മറ്റാരുമല്ല, ഭീമസേനൻ ജ്യേഷ്ഠൻ തന്നെ എന്ന് മനസ്സിലായി. നോക്കൂ, ദുര്യോധനന്റെ ആജ്ഞ അനുസരിച്ചാണ് സുശർമാവും ജലന്ധരയും പോകുന്നത്. നമ്മളുടെ വിവാഹ ഘോഷയാത്രയോടൊപ്പം സുശർമാവും ജലന്ധരയും എത്തുകയാണെങ്കിൽ ദുര്യോധനൻ കോപത്തിലാകും. ജലന്ധരയുടെ ജ്യേഷ്ഠത്തി ഭാനുമതിയാണ് ദുര്യോധനന്റെ ഭാര്യ. ഈ പാണ്ഡവരോടൊപ്പം, പഞ്ചപാണ്ഡവരോടൊപ്പമാണ് ജലന്ധര എത്തുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ ഫലവും പാവം ഭാനുമതി അനുഭവിക്കേണ്ടി വരും. എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ജലന്ധരയെ കണ്ട് ഭീമൻ ഭ്രമിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നകുല, കാമ്പില്യത്തിൽ വെച്ച് തന്നെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഉടനെ നകുലൻ പറഞ്ഞു, ജ്യേഷ്ഠന്റെ തനി സ്വഭാവം ജ്യേഷ്ഠൻ കാണിച്ചിരിക്കും. എന്താ കൃഷ്ണ ഇത്? ദ്രൗപദിയുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് കഷ്ടിച്ചൊരു മാസം മാത്രമേ ആയിട്ടുള്ളൂ, എന്നിട്ട് ഇത് കാണിക്കാൻ കൊള്ളാമോ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നകുല, അത് ദ്രൗപദിയോടുള്ള പ്രതിഷേധമാണ്. 5 വർഷത്തിൽ 4 വർഷവും തൻ്റെ സാമീപ്യം നിഷേധിച്ചില്ലേ? ഓരോ വർഷം ഓരോ ആളിൻ്റെ കൂടല്ലേ കഴിയുന്നത്? പിന്നെ 4 വർഷം കഴിഞ്ഞല്ലേ തൻ്റെ അടുക്കൽ വരൂ. അതിൻ്റെ പ്രതിഷേധമാണിത്. അപ്പോൾ പറഞ്ഞു, അത് ജ്യേഷ്ഠനല്ലേ തീരുമാനിച്ചത്, നമ്മളെല്ലാവരും അംഗീകരിച്ചതല്ലേ? അപ്പോൾ പറഞ്ഞു, നോക്കൂ നകുല, ഭീമസേനന്റെ വഴിയാണ്. അപ്പോൾ നകുലൻ പറഞ്ഞു, കൃഷ്ണ, സുശർമാവ് നമുക്ക് മുമ്പേ ഹസ്തിനപുരത്ത് എത്തിയില്ലെങ്കിൽ പിന്നെ ദുര്യോധനൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ ഭീമസേനൻ ജ്യേഷ്ഠന് ഇത്രയും ബുദ്ധിയില്ലാതെ പോയല്ലോ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതല്ല കാര്യം,
ഈ വെള്ളത്തിലൂടെ ചെന്ന് ഇതിനകത്ത് തുളയിടുക, അങ്ങനത്തെ ഒരു ബുദ്ധി ഭീമൻ ജ്യേഷ്ഠനില്ല. നകുലൻ പറഞ്ഞു, പിന്നെ ഭീമൻ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം എന്തും സ്വന്തം ബലം കൊണ്ട് കീഴടക്കുക എന്നതാണ് ഭീമൻ ജ്യേഷ്ഠന്റെ ഒരു സിദ്ധാന്തം. അപ്പൊ ഭീമൻ ജ്യേഷ്ഠന്റെ യഥാർത്ഥ സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് സുശർമാവിനെ മാറ്റിയിട്ട് ജലന്ധരയെ തൂക്കിയെടുത്ത് വിവാഹ ഘോഷയാത്രയോടൊപ്പം കൊണ്ടുപോകും. ഇത്രയും ബുദ്ധിയില്ല, ഇത്രയും ബുദ്ധി ഭീമസേനനില്ല. നകുല, നീ പറഞ്ഞത് ശരിയാണ്, ഈ ഭീമസേനൻ ജ്യേഷ്ഠൻ ഇത്രയും ബുദ്ധിയില്ലല്ലോ എന്ന്. പക്ഷേ അത് നീ ഉദ്ദേശിച്ച കാര്യത്തിലല്ല. ഇങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിയില്ല, ആരോ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ നകുലൻ ചോദിച്ചു, ആരാണ്? അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, അല്ല, ഈ അടുത്ത സമയത്തെങ്ങാനും ഭീമസേനൻ ജ്യേഷ്ഠന് പുതിയ കൂട്ടുകെട്ടുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നകുലൻ പറഞ്ഞു, എൻ്റെ അറിവിൽ അങ്ങനെ പുതിയ കൂട്ടുകെട്ടില്ല. പിന്നെ ചിലപ്പം രാത്രി എഴുന്നേറ്റ് രാധേ രാധേ എന്ന് ജപിക്കുന്ന കാണാം. കൃഷ്ണൻ പറഞ്ഞു, ഇതാ രാധേ രാധേ എന്നോ? അതെ, അത് വലിയ ഭക്തിയിലൊന്നുമല്ല ജപിക്കുന്നത്, അത് വെറുതെ ഒരു ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ടാണ് രാധേ രാധേ എന്ന് വിളിക്കുന്നത്, അല്ലാതെ ഭക്തിയിലല്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഭീമസേനൻ ജ്യേഷ്ഠൻ അങ്ങനെ ഭക്തിയിൽ ആരെയും വിളിക്കാറില്ല, എങ്കിലും രാധേ രാധേ എന്ന് ജപിക്കുന്നു ഇല്ലേ? നകുല, ഒരു നിമിഷം നീ പുറത്തേക്ക് നിൽക്കൂ. നകുലൻ പറഞ്ഞു, അങ്ങനെയാകട്ടെ. അപ്പൊ നകുലൻ എന്ത് ചെയ്തു? ഒരു നിമിഷം പുറത്തേക്ക് പോയി. കൃഷ്ണൻ ധ്യാനത്തിലിരുന്നു. ധ്യാനത്തിലിരുന്ന് ഹൃദയം കൊണ്ട് രാധയുമായി സംവദിച്ചു. ചോദിച്ചു, രാധേ, ഈ രാജനൗകയ്ക്ക് തുളയിടാൻ ഭീമസേനനോട് പറഞ്ഞത് നീയാണോ? അപ്പോൾ കൃഷ്ണന് രാധയുടെ മറുപടി കിട്ടി, അതേ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നീ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത്? ഇനി എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിനക്കറിയുമോ? ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് ഭാനുമതിയാണ്. ഭാനുമതിയും നിന്റെ ഭക്ത തന്നല്ലേ, അപ്പോൾ അവളും അനുഭവിക്കട്ടെന്നാണോ? അപ്പോൾ രാധാറാണി പറഞ്ഞു, എന്താ കൃഷ്ണ, എൻ്റെ ഭക്തരാരും ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല, ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി, ഭീമൻ ജ്യേഷ്ഠന്റെ ഒരു തമാശ. രാധേ, ഇതെങ്ങനെ തമാശയാകും? ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. പഞ്ചപാണ്ഡവരോടൊപ്പം തൻ്റെ ഭാര്യയുടെ അനിയത്തിയും അതിൻ്റെ സഹോദരനും വരുന്നു എന്നറിഞ്ഞാൽ ആ നിമിഷം ഒരു ദിവസം ഭാനുമതി ഹസ്തിനപുരത്തെ കൊട്ടാരത്തിൽ നിന്ന് ഭ്രഷ്ടയാകും, ദുര്യോധനൻ കോപാകുലനാകും. അപ്പൊ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ദുര്യോധനൻ കോപാകുലനും ആകത്തില്ല, ഒന്നും ആകത്തില്ല, ഇത് ഭീമസേനൻ കാണിച്ചതല്ലേ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താ പരിഹാരം? അപ്പോൾ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ഏകചക്രയിൽ ഒരു രാജനൗക നങ്കൂരമിട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യൂ, സാത്യകിയും മണിമാൻ രാജകുമാരനും ശുഗുരി നാഗനുമൊപ്പം ഏകചക്രയിലെത്തി അവിടുത്തെ രാജാവിനെ കാണട്ടെ, കണ്ടിട്ട് ആ നൗക വിട്ടുതരാൻ പറയട്ടെ. അപ്പോൾ പറഞ്ഞു, അതിന് അദ്ദേഹം വിട്ടുകൊടുക്കുമോ? അപ്പോൾ പറഞ്ഞു, വിട്ടുകൊടുക്കും കൃഷ്ണ, കാരണം ഏകചക്രയിൽ രാക്ഷസന്മാരുടെ ആക്രമണം ഉണ്ടായി. ആ രാക്ഷസന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഭീമസേനൻ ഇടപെട്ട് ആ രാക്ഷസന്മാരെ വധിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭീമസേനൻ ഒരു പ്രത്യുപകാരം ചെയ്യാൻ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏകചക്രയിലെ രാജനൗകയില് അവര് യാത്രയാകട്ടെ. ഇപ്പൊ പൊയ്ക്കഴിഞ്ഞാല് സന്ധ്യയ്ക്ക് മുമ്പ് രാജനൗക എത്തും. അപ്പൊ ഇന്ന് രാത്രി, ഇന്ന് അർദ്ധരാത്രിയോടുകൂടി സുശർമാവിനും കൂട്ടർക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയോട് പറഞ്ഞു, രാധേ, നിന്റെ കുസൃതി അല്പം കൂടുന്നുണ്ട്. ആട്ടെ, ഭീമസേനൻ എങ്ങനെ നിന്റെ അടുക്കലെത്തി? അപ്പോൾ പറഞ്ഞു, അതൊക്കെ പിന്നാകട്ടെ കൃഷ്ണ, ഇപ്പോൾ നീ വേഗം ഇത് ചെയ്യൂ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിശ്ചയമായും രാധേ, നിന്റെ ഒരു കുസൃതിക്ക് ഞാനല്ലാതെ പിന്നെ ആരാണ് സഹായകമായി നിൽക്കുന്നത്? അപ്പൊ കൃഷ്ണൻ നകുലനെ വിളിച്ചിട്ട് പറഞ്ഞു, നകുല, ഇങ്ങോട്ടേക്ക് വന്നോളൂ. അപ്പോ നകുലൻ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ നകുലനോട് കൃഷ്ണൻ പറഞ്ഞു, ഇരിക്കൂ നകുല. അപ്പൊ നകുലൻ ഇരുന്നു. അപ്പൊ വീണ്ടും കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ നകുല, ഭീമൻ ചെയ്ത അബദ്ധത്തിന്
ഭീമൻ തന്നെ പരിഹാരം കാണാൻ പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെ? അത് അസാധ്യമാണ്. ഭീമൻ ജ്യേഷ്ഠൻ ജലന്ധരയും ഒത്ത് ഘോഷയാത്രയായി പോകാമെന്ന് സന്തോഷിച്ചു കിടക്കുകയാണ്. അതിന് ഭംഗം വന്നു പോയാൽ ഭീമൻ ജ്യേഷ്ഠന്റെ സ്വഭാവം മുഴുവനും മാറും. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞാൻ ഏകചക്രയിലേക്ക് ആളിനെ വിട്ടിട്ടുണ്ട്. അത് ഭീമസേനന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ ഇവിടെ നൗകയെത്തും. ഇന്ന് അർദ്ധരാത്രിക്ക് അവര് തിരിച്ചു പോകും. അതുകൊണ്ട് നകുലൻ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകൂ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഇത് തീക്കളിയാണ്. കാരണം ഭീമസേനൻ ജ്യേഷ്ഠൻ അത്ര കണ്ട് ജലന്ധരയിൽ ആകൃഷ്ടയായിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ ജലന്ധരയും ഒത്തു പോകാമെന്നതിൽ സന്തുഷ്ടനാണ്. അതാരെങ്കിലും മുടക്കിയെന്നറിഞ്ഞാൽ പിന്നെ ഭീമൻ ജ്യേഷ്ഠൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇപ്പൊ ധൈര്യമായി പൊയ്ക്കൊള്ളൂ നകുല. നകുലൻ അവിടുന്ന് ഇറങ്ങി. പക്ഷെ നകുലൻ അസ്വസ്ഥനായിരുന്നു. നകുലൻ തന്റെ പർണകുടീരത്തിലെത്തി. അപ്പോഴും ഭീമസേനൻ നല്ല ഉറക്കമാണ്, ശാന്തമായി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നകുലൻ ചിന്തിച്ചു, ദൈവമേ, ജലന്ധരയും ഒത്തു പോകാമെന്ന് സ്വപ്നം കണ്ടിട്ടാണ് കിടക്കുന്നത്. എന്നാൽ ജലന്ധരയും ഒത്തു പോകാൻ പറ്റില്ല എന്നറിഞ്ഞാൽ ഭീമൻ ജ്യേഷ്ഠന്റെ പ്രതികരണം എന്തായിരിക്കും? കൃഷ്ണൻ എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത്? ഭീമൻ ജ്യേഷ്ഠൻ എന്തൊക്കെയായിരിക്കും കൃഷ്ണനോട് പറയുന്നത്? ഒരു നല്ല ബന്ധം തകരുമോ? ഒരു നല്ല ബന്ധം തകരുമോ? ഇനി എന്തൊക്കെയാണ് ഈ ഭീമൻ ജ്യേഷ്ഠൻ കാട്ടിക്കൂട്ടുന്നത്? അതെ അതെ, ജലന്ധരയും ഒട്ട് പോകാൻ കഴിയില്ല എന്നറിഞ്ഞാൽ ഭീമസേനന്റെ സ്വഭാവം മാറുമെന്ന് ഉറപ്പാണ്. ഭീമസേനാകട്ടെ ആരോടും അമിതമായ ഭക്തിയുമില്ല, അമിതമായ പ്രിയവുമില്ല. അത് കൃഷ്ണനോടായാലും ശരി, ആരോടായാലും ശരി, അമിതമായ ഒന്നുമില്ല. തൻ്റെ കാര്യം അതിന് തടസ്സം വന്നാൽ ഭീമൻ ജ്യേഷ്ഠൻ രൂക്ഷമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? കാത്തിരിക്കൂ, കാത്തിരിക്കൂ. അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും വരും. രാധാറാണി അനുഗ്രഹിച്ചാൽ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.